മൂന്നാം മോദി സർക്കാരിന്റെ മന്ത്രിസഭ അധികാരമേറ്റതിന് പിന്നാലെ വലിയ വിവാദങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. സത്യത്തിൽ തുടക്കത്തിലെ ഇത് പ്രതീക്ഷിച്ചതാണ്. അതുതന്നെ സംഭവിച്ചു. NDA സഖ്യകക്ഷികളായ ശിവസേന ഷിൻഡെ വിഭാഗവും NCP അജിത് പവാർ വിഭാഗവും മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയാണ് അതൃപ്തി പ്രകടമാക്കിയിരിക്കുന്നത്. ഇത് വലിയ പ്രശ്നങ്ങളിലേക്കാണ് നീങ്ങുന്നത്. അജിത് പവാർ വിഭാഗം ക്യാബിനറ്റ് പദവിയാണ് NDA സർക്കാരിൽ ആവശ്യപ്പെടുന്നത്. സഹമന്ത്രി സ്ഥാനം മാത്രമാണ് ലഭിച്ചതെന്നും അതിൽ കടുത്ത നിരാശയുണ്ടെന്നും അജിത് വിഭാഗം പറയുന്നു. സഖ്യത്തിലെ തീരെ ചെറിയ കക്ഷികൾക്ക് പോലും വലിയ പദവികൾ നൽകിയെന്നും എന്നാൽ മഹാരാഷ്ട്രയിലെ 2 പ്രമുഖ കക്ഷികളെയും മോദി സർക്കാർ അവഗണിച്ചുവെന്നുമാണ് ഇവർ ആരോപിക്കുന്നത്. ഞങ്ങൾ ക്യാബിനറ്റ് ബർത്ത് പ്രതീക്ഷിച്ചിരുന്നു, എന്നാൽ കിട്ടിയില്ലെന്ന് ഷിൻഡെ വിഭാഗം ചീഫ് വിപ്പ് ശ്രീരാം ഗുഭാർണി പറഞ്ഞു. മറ്റ് NDA കക്ഷികൾ സീറ്റുകൾ കുറഞ്ഞിട്ടും മന്ത്രിമാരെ കിട്ടിയെന്ന് ശ്രീരാം ചൂണ്ടിക്കാണിച്ചു. ചിരാഗ് പാസ്വാന് 5 MP-മാരെ ലഭിച്ചു. ജിതൻ റാം മാഞ്ചിക്ക് 1-ഉം JDS-ന് 2 MP-മാരെയും ലഭിച്ചു. എന്നിട്ടും ഇവർക്കെല്ലാം ഓരോ ക്യാബിനറ്റ് പദവികളും ലഭിച്ചു. എന്നാൽ ലോക്സഭയിൽ 7 സീറ്റുകളുള്ള ശിവസേന ഷിൻഡെ വിഭാഗം അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആകെ സഹമന്ത്രി സ്ഥാനമാണ് ലഭിച്ചത്, അതും സ്വതന്ത്ര ചുമതലയുള്ള വകുപ്പാണിത്. ശിവസേന BJP-യുടെ ഏറ്റവും പഴയ സഖ്യകക്ഷിയാണ്. അതുമാത്രം പരിഗണിച്ച് ശിവസേനയ്ക്ക് ക്യാബിനറ്റ് പദവി നൽകാമായിരുന്നുവെന്നും ബാർണി പറയുന്നുണ്ട്. അതേസമയം ബാർണിയുടെ പരാമർശങ്ങളെ ശിവസേന തന്നെ തള്ളിയിരിക്കുകയാണ്. NDA സർക്കാരിനൊപ്പം ഉറച്ചു നിൽക്കുകയാണെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അധികാരത്തിനു വേണ്ടി വിലപേശാനില്ല, ഇത് പ്രത്യയശാസ്ത്രപരമായ സഖ്യമാണെന്നും ശിവസേന പാർലമെന്ററി പാർട്ടി നേതാവ് ശ്രീകാന്ത് ഷിൻഡെ പറഞ്ഞു. ഈ രാജ്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വം ആവശ്യമാണ്. അതുകൊണ്ട് NDA സർക്കാരിനെ പിന്തുണയ്ക്കുന്നു. മറ്റ് വിലപേശലുകൾക്കില്ലെന്നും ശ്രീകാന്ത് തുറന്നടിച്ചു. മഹാരാഷ്ട്രയിലെ മറ്റൊരു സഖ്യകക്ഷിയായ NCP അജിത് പവാർ വിഭാഗവും ക്യാബിനറ്റ് പദവി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഹമന്ത്രി സ്ഥാനം വേണ്ടെന്ന് അവർ അറിയിച്ചിരിക്കുകയാണ്. അജിത് പവാറും രാജ്യസഭാ MP പ്രഫുൽ പട്ടേലും NCP-യെ തരം താഴ്ത്തിയതായിട്ടാണ് ആരോപിച്ചിരിക്കുന്നത്. സഹമന്ത്രി സ്ഥാനം സ്വീകരിക്കുന്നത് ഉചിതമല്ല. ഞങ്ങൾ കാത്തിരിക്കാമെന്ന് BJP-യെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ക്യാബിനറ്റ് പദവി ആവശ്യമാണെന്നും പ്രഫുൽ പട്ടേൽ അറിയിച്ചു. അജിത് പവാർ വിഭാഗം ആകെ 1 സീറ്റിലാണ് വിജയിച്ചത്. അതേസമയം കഴിഞ്ഞ തവണയും മൂന്നാം മോദി സർക്കാരിലും ഒരുപോലെ സാന്നിധ്യമായ മന്ത്രിമാർ നിരവധിയുണ്ട്. അവരിൽ ഭൂരിഭാഗം പേരും BJP നേതാക്കൾ തന്നെയാണ്. അതിൽ പ്രമുഖരാണ് രാജ്നാഥ് സിംഗും അമിത്ഷായും S ജയശങ്കറും. സുപ്രധാന വകുപ്പുകൾ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന ഈ മന്ത്രിമാരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യഥാർത്ഥ ശക്തി. 2ാം മോദി സർക്കാരിലെ പ്രവർത്തന മികവിനുള്ള അംഗീകാരം കൂടിയാണ് ഈ നേതാക്കൾക്ക് ഈ അധികാര തുടർച്ച. കഴിഞ്ഞ തവണയും ഇത്തവണയും മന്ത്രിസ്ഥാനം വഹിച്ച 10 പ്രമുഖ നേതാക്കൾ നിരവധിയാണ്. ഇതുതന്നെയാണ് ശിവസേനയെയും മറ്റ് ഇതര പാർട്ടികളെയും ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ആരോപണം ആളിക്കത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മോദിയുടെ തലവേദന ഇതോടെ കൂടി എന്നു തന്നെ പറയാം. കണ്ടറിയാം മന്ത്രിസഭയിൽ ഇനി നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങൾ.